കാസർഗോഡ് കമ്മാടം പള്ളിയിൽ ഉറൂസ് ആരംഭിക്കണമെങ്കിൽ ക്ഷേത്രപ്രതിനിധിയെത്തി മഖാം വാതിൽ തുറക്കണം. തുടർന്ന് ദീപം തെളിയിക്കണം. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ചടങ്ങുകൾ മതസൗഹാർദ്ദത്തിന്റെ കൂടി കാഴ്ചയാണ്. കമ്മാടം പള്ളിയിൽ മഖാമുറൂസ് തുടങ്ങുന്നത് പെരട്ടൂർ കൂലം ക്ഷേത്ര പ്രതിനിധികളെത്തി മഖാമിന്റെ വാതിൽ തുറന്ന ശേഷം ദീപം തെളിയിക്കുന്നതോടെ 300 വർഷങ്ങൾക്കപ്പുറമുള്ള ഹിന്ദു മുസ്ലിം സാഹോദര്യ ബന്ധത്തെ ചടങ്ങുകളിലൂടെ മുറുകെ പിടിക്കുന്നതിന്റെ അപൂർവ കാഴ്ചയാണ് പള്ളി അങ്കണത്തിൽ കണ്ടത്. പെരട്ടൂർ കൂലോത്തിന്റെ പ്രതിനിധി ഉറൂസിനായി ദക്ഷിണയും നൽകുന്നു. തുടർന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്ര പ്രതിനിധിക്ക് പഴക്കുലയും പൊരിയും നൽകുന്നു. ഇതെല്ലാം പുതുതലമുറയ്ക്ക് മതസൗഹാർദ്ദത്തിന്റെ വിലപ്പെട്ട കാഴ്ചകളാണ്. ഭഗവതിയുടെ ആഗമന സമയത്ത് ഷെയ്ഖന്മാരും കൂടെ ഉണ്ടായിരുന്നുവെന്ന് ഐതിഹ്യം. ബാങ്കും വെളിച്ചവും മുടക്കരുതെന്ന് പെരട്ടൂർ കൂലോത്തെ ഭഗവതിയുടെ മൊഴിയെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. ഇപ്പോഴും വന്നാൽ ഇവിടുന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ കമ്മാട് തീയക്കന്മാരെ ബാങ്കും വെളിച്ചവും മുടക്കാൻ പാടില്ല നഗര് എന്ന രീതിയിലാണ് ഇവിടുന്ന് മൊഴി പറയുന്നത്, വെളിച്ചപ്പാട്. അപ്പോൾ അത് കേട്ട് ഇവിടുന്ന് കോയിനും മേടിച്ച് കുറിയും മേടിച്ച് അങ്ങോട്ട് പോകുന്ന സ്ഥിതിയാണില്ലേ. കമ്മാട മഖാമിലെ ഉറൂസ് ആരംഭം ക്ഷേത്രം പ്രതിനിധികളുടെ സാന്നിധ്യത്താൽ സവിശേഷമാർന്നതെന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ. അവിടുത്തെ കമ്മിറ്റിക്കാരൊക്കെ ഇന്ന് ഇവിടെ വന്ന് നമ്മൾ ഉറൂസിൻ്റെ മഖാമിൻ്റെ ഡോറ് തുറക്കുന്നതോടു കൂടിയാണ് ഉറൂസിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. അതുപോലെ തന്നെ പൂരം നാളിൽ പൂരം കുളി അന്ന് ഇവിടുത്തെ ജമാഅത്ത് ഭാരവാഹികളും അവരും അവിടെ പോകലും പിന്നെ അങ്ങനെ അവരവിടെ നിന്ന് നമുക്ക് കോഴിയും അതുപോലെ തന്നെ അരിയൊക്കെ പിന്നെ തരും. മഖാമിലെ ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിടം മതഭേദമന്യേ വിശ്വാസികളുടെ പ്രാർത്ഥനാ കേന്ദ്രമാണ്. ഷെയ്ഖുമാരുടെ സാന്നിധ്യമുണ്ടെന്ന വിശ്വാസത്തിൽ ക്ഷേത്രത്തിനകത്ത് തറകെട്ടി നിത്യദീപം തെളിയിച്ചുള്ള ആരാധനയുമുണ്ട്. അമൃത ന്യൂസ്, കാസർഗോഡ്.